കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ കുടുംബകോടതി ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ല് ആവാൻ സാധ്യതയുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുവാനായിട്ട് എന്നെക്കൊണ്ടും കാര്യമായൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുവാനായി സാധിച്ചു എന്നുള്ളതും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് പിന്നെ പറയാം. അതായത് ഈ കേസിൽ ഏകദേശം 8 വർഷം നീണ്ടു നിന്ന ഒരു നിയമ പോരാട്ടം ഈ കേസിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിനെതിരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത്, നമ്പർ 1, കല്യാണം കഴിഞ്ഞ് ഭാര്യയ്ക്ക് വിവാഹ സമ്മാനമായി കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഭർത്താവിൻ്റെ മാതാപിതാക്കളും ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് IPC 498A-406 റെഡ് വിത്ത് സെക്ഷൻ 34 പ്രകാരം ഒരു കേസ് വൈഫിൻ്റെ വീട്ടുകാർ ഫയൽ ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഗർഭിണിയായ സമയത്ത് ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങളൊന്നും തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ മേടിച്ചു കൊടുത്തില്ല. ഈ ഭാര്യയെ ഗർഭിണിയായപ്പോൾ കൃത്യമായ രീതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ മാസം ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുവാനോ ഭർത്താവിൻ്റെ വീട്ടുകാരോ തയ്യാറായിട്ടില്ല. പിറന്നാൾ ദിനത്തിൽ മൈനർ കുട്ടിക്ക് ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു. ഈ പെൺകുട്ടിയെ കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരും ചവിട്ടി പുറത്താക്കി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ക്രൂരമായ രീതിയിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങളും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് ഇവിടെ വന്നിട്ടുള്ളത്. നോർമൽ ലെവലിൽ ഈ കേസ് ഒരു ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് മൊത്തം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നല്ല രീതിയിൽ പണിയെടുക്കേണ്ടതായിട്ട് വന്നു. അവസാനം തെളിവെടുപ്പിൻ്റെ സമയം വന്നപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുകയും അഡ്വക്കേറ്റ് കമ്മീഷന് മുമ്പിൽ ഈ പെൺകുട്ടിയെ ഭർത്താവിൻ്റെ വക്കീലും എല്ലാവരും കൂടിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 118ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ഞാനാണ് എന്നുള്ളതാണ് എനിക്ക് ഈ കേസിലുള്ള ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വക്കേറ്റ് കമ്മീഷനെ മുമ്പിൽ വെച്ചിട്ട് വക്കീൽ മുഖാന്തരം ഈ കുട്ടിയോട് നമ്മൾ ചോദിച്ചപ്പോൾ അതിൽ നിന്നും കിട്ടിയിട്ടുള്ള മറുപടികൾ മുഴുവനും അവിടെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വിവാഹ സമ്മാനമായി കിട്ടിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങളും എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ പോയിന്റ്, അങ്ങനെയുള്ള ആ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ അമ്മ, അതായത് പെൺകുട്ടിയുടെ അമ്മ മേടിക്കുകയും ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ വിറ്റ് പെൺകുട്ടിയുടെ അമ്മയുടെ പേരിൽ 5 സെൻറ്റ് സ്ഥലം മേടിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ നമ്മൾ പിറ്റേ ദിവസം പോയി അന്വേഷിച്ച് ആ ആധാരത്തിൻ്റെ കോപ്പി എടുത്തു കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ പേര് തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ തന്നെ ഏറ്റവും വലിയ ആശ്വാസമായി സ്വർണം നമ്മളാരും എടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ മൈനർ കുട്ടിയുടെ സ്വർണം എന്ന് പറയുന്നത് പിറന്നാളിന് ഭർത്താവിൻ്റെ വീട്ടുകാർ കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് കൊടുത്തില്ല. അതാണ് ശരിക്കും നമ്മൾ എന്താക്കിയത് തിരിച്ച് ഭർത്താവ് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത്. ശാരീരിക മാനസികമായ പീഡനങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിയുടെ അഡ്വക്കേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതി ചേർത്തതാണെന്ന് അഡ്വക്കേറ്റിൻ്റെ പേര് സഹിതം പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി അഡ്വക്കേറ്റ് കമ്മീഷന് മുമ്പിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ യാതൊരു വിധത്തിലുള്ള ശാരീരിക മാനസികമായ പീഡനങ്ങളും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് ഇല്ല എന്നും അതിൽ എഴുതിയിട്ടുണ്ട്. ഈ കുട്ടീനെയും മൈനർ കുട്ടീനെയും വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയുണ്ടായിട്ടില്ല എന്നുള്ളതും അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും വിറ്റ് അമ്മയുടെ പേരിൽ പറമ്പ് മേടിക്കുവാനായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ചെയ്തത് എന്നുള്ളതും പെൺകുട്ടി കമ്മീഷൻ്റെ മുമ്പിൽ മൊഴി നൽകിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഭർത്താവിനെതിരെ ആരോപിച്ചിട്ടുള്ള റേപ്പിസ്റ്റ്, മെയിൽ ഷോവനിസ്റ്റ് പോലെയുള്ള വാക്കുകളുടെ അർത്ഥം, അല്ലെങ്കിൽ മെയിൽ ഷോവനിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല, അത് അഡ്വക്കേറ്റ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കയ്യിൽ നിന്നും ഇട്ട് എഴുതി ചേർത്തതാണ് എന്നുള്ളതും ഈ പെൺകുട്ടി അതിൻ്റെ ഉള്ളിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പരിരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലി ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ മാസവരുമാനം കിട്ടുവാനായിട്ട് ഭർത്താവിന്
4.5 ലക്ഷം രൂപ വരുമാനമുണ്ട് എന്ന് എഴുതി ചേർത്തതും ഈ അഡ്വക്കേറ്റിൻ്റെ പേര് വെച്ചുകൊണ്ട് അഡ്വക്കേറ്റിൻ്റെ പ്രേരണ മൂലമാണ് എഴുതിയിട്ടുള്ളത് എന്നും ഈ കോടതിയിൽ ഈ പെൺകുട്ടീനെ കൊണ്ട് നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ റെക്കോർഡിംഗ് ആണ്. ഇനി ഇത് മാറ്റി പറയുവാനായിട്ട് സാധിക്കില്ല. എന്ന് മാത്രമല്ല, പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരും എടുത്തു എന്ന് വ്യാജമായ സാക്ഷി മൊഴികൾ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ഈ പെൺകുട്ടിയുടെ അമ്മ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും നമുക്കിവിടെ തെളിയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ കേസ് തെളിയിക്കുന്ന അതേ ഒരു ഇതോടുകൂടി തന്നെയാണ് യാതൊരുവിധ സംശയങ്ങളും ഇല്ലാതെ ഭർത്താവോ വീട്ടുകാരോ സ്വർണം എടുത്തിട്ടില്ല എന്നുള്ളത് കോടതിയിൽ നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിച്ചത്. അത് എവിഡൻസ് സ്റ്റേജിലാണ് തെളിയിക്കുവാനായിട്ട് പറ്റിയിട്ടുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെ ശാരീരിക മാനസിക പീഡനങ്ങളുണ്ട് എന്ന് ഒരു വക്കീൽ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ആ വക്കീലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ, കോടതിയുടെ ഭാഗത്തുനിന്ന് സ്വന്തമായി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഈ ഭർത്താവിനെതിരെ വ്യാജ പരാതി കൊടുത്തതുകൊണ്ട് ഭർത്താവിനുണ്ടായ 25 ലക്ഷത്തിൻ്റെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഭർത്താവിന് അനുകൂലമായിട്ട് കോടതി വിധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്. കൊള്ളക്കേസിന് ബലപ്പെടുത്തുവാനായിട്ട് ഇതുപോലുള്ള നുണകൾ എഴുതി ചേർത്ത അഡ്വക്കേറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ബാൻ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മകളുടെ സ്വർണം വിറ്റ് അത് ഭർത്താവിൻ്റെ വീട്ടുകാരുമാണ് ദുരുപയോഗം ചെയ്ത് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും കള്ളസാക്ഷ്യം പറയുകയും ചെയ്തതുകൊണ്ട് ഭാര്യയുടെ അമ്മയ്ക്ക് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള പെർജുറി മലീഷ്യസ് പ്രോസിക്യൂഷന് കോടതി അംഗീകാരം നൽകുമോ, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ വിധി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കൂടുതൽ വരുമാനം കിട്ടുവാൻ വേണ്ടി ഭർത്താവിന് ഇല്ലാത്ത വരുമാനം എഴുതി ചേർത്തതിന് ഭാര്യയ്ക്ക് എതിരെ മെയിൻ്റനൻസ് കട്ട് ചെയ്യണമെന്നാണ് നിയമമുള്ളത്. കട്ട് ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കോടതിയിൽ നുണ പറഞ്ഞതുകൊണ്ട് ഭാര്യയ്ക്ക് അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് അറിയണം. യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതുകൊണ്ട് സെക്ഷൻ 9 പ്രകാരം RCR പ്രകാരം ഭർത്താവിന് അനുകൂലമായിട്ട് RCR ഇവിടെ ഫയൽ ചെയ്യുവാനായിട്ട് ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അനുകൂലമായ വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. സ്വത്തിനും പൈസയ്ക്കും വേണ്ടി മകളെ ദുരുപയോഗം ചെയ്ത ആ സ്ത്രീയുടെ കൂടെ ഈ ഭർത്താവിൻ്റെ കുട്ടീനെ നിന്ന് കഴിഞ്ഞാൽ ആ സ്വഭാവം ആ കുട്ടിക്കും വരികയാണ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെൽഫെയർ എന്നുള്ള ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ഒരു കോടതികളുമായതുകൊണ്ട് തന്നെ പെർമനന്റ് ചൈൽഡ് കസ്റ്റഡി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഭർത്താവിനെ കോടതി കൊടുക്കുമോ എന്നുള്ള ചോദ്യത്തിനും നമുക്കിവിടെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. പക്ഷെ ജഡ്ജി ഇതെല്ലാം കണ്ടപ്പോൾ വളരെ വളരെ ബയാസിങ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പെണ്ണിൻ്റെ അമ്മേനെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത റിക്വസ്റ്റ് അവർ എതിർത്തെങ്കിലും കോടതി അത് അലൗ ചെയ്തിട്ടുണ്ട്. ഈ മാസം 2026 ഏപ്രിൽ 1 അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് യെസ് ഓർ നോ എന്നുള്ളൊരു റിപ്ലൈ കിട്ടുക. അതിനുശേഷം ഈ അമ്മേനെ നമ്മൾ ഒരു വട്ടം കൂടി നമ്മളിവിടെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഈ കേസിൽ ബാക്കി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും കൂടി നമുക്ക് അറിയാനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ്. ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് ഞാനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കേസുകളിൽ ഇതുപോലെ അഡ്വക്കേറ്റ് കമ്മീഷനോ ഒരു കേസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയും ആയിട്ട് നമ്മളത് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ കടുത്ത നിയമ പോരാട്ടം തന്നെ നമ്മൾ നടത്തണം. സ്വർണം എടുക്കാത്തവർ ഒരു കാരണവശാലും സ്വർണം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോംപ്രമൈസിന് പോകരുത്. ഫൈറ്റ് ചെയ്യുക. എന്തായാലും നീതി സത്യം ചെയ്യുന്നവരുടെ കൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് നേരം വൈകിട്ടാണെങ്കിൽ സത്യം നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. കേസിൻ്റെ നമ്പറും ഡീറ്റെയിൽസും വിധി വന്നതിന് ശേഷം നമുക്കത് പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു കേസ് വിജയിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കള്ളത്തരങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് കള്ളക്കേസ് കൊടുക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് കേസ്. പലപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്, ഒരു സ്ത്രീ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി അത് തെളിവില്ലെങ്കിൽ പോലും അവൾക്ക് അനുകൂലമായി വിധിക്കും. സ്ത്രീ എന്താണോ പറഞ്ഞാലും കോടതി സ്ത്രീനെ ശിക്ഷിക്കില്ല. ഈ കോടതി മുഴുവനും ഭർത്താക്കന്മാർക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുള്ളൂ തുടങ്ങിയിട്ടുള്ള കുറേ കള്ള ആരോപണങ്ങൾ മുഴുവനും നമുക്ക് ഈ കേസോടുകൂടി നമുക്ക് പൊട്ടിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം ആ കേസ് നല്ല രീതിയിൽ വിജയിച്ച് ആ ഭർത്താവിന് ഒരു നീതി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് നമ്മുടെ ചാനലിൽ നമ്മൾ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ഒരെണ്ണം നമുക്ക് സെറ്റ് ചെയ്ത് തരാം എന്നുള്ളതും ആളവിടെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സമാന രീതിയിലുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഈ ഇൻഫോർമേഷനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. എന്ന് മാത്രമല്ല ഈ കേസിലെ യഥാർത്ഥ വില്ലത്തി എന്ന് പറയുന്നത് ഭാര്യയുടെ അമ്മയാണ്. അമ്മയുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച ഒരു കഥ കൂടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് നമുക്കത് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.